ഹായ് ഗായ്സ്, ഞാനിന്ന് ഞങ്ങളുടെ വൈറ്റ് ഹാമർ കിച്ചണിലാണ്. ഞാനിവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. ഞാനിന്നൊരു സ്പെഷ്യലായിട്ട് ഒരു ഓസി മിക്സ് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ സലാഡിൽ ഉപയോഗിക്കുന്ന സാധാരണ എല്ലാവരും ഈ കുക്കുംബർ ആൻഡ് ഓണിയൻ, ടൊമാറ്റോ അങ്ങനെയുള്ള സലാഡ്സ് അല്ല. ഇത് ടോട്ടലി ലീവ്സ്, ഉള്ളി ലീവ്സ് ആണ്. ഇതിൽ ഓസി ലീഫ് മിക്സ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇപ്പോൾ എല്ലാ ലീഫും മിക്സ് ചെയ്ത് അതിൽ ജസ്റ്റ് നോർമൽ ഡ്രസ്സിങ് ലൈക്ക് നമ്മുടെ അതിൽ യൂസ് ചെയ്യുന്ന ലീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാർക്കറ്റിൽ സാധാരണ കിട്ടാറുള്ള പാർസ്ലി, മിൻറ്റ് ലീവ്സ്, സം സ്പിനാച്ച് ലീവ്സ് ആൻഡ് സം റെഡ് ക്യാബേജ് ആൻഡ് സം ലെറ്റസ് ആൻഡ് സം നോർമൽ നമ്മുടെ വൈറ്റ് ക്യാബേജ്. പിന്നെ എൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ക്രഞ്ചിന് വേണ്ടി ലിറ്റിൽ ക്യാപ്സിക്കം ആൻഡ് ലിറ്റിൽ ടൊമാറ്റോസ്. ഇതിൻ്റെ ഡ്രസ്സിംഗ് ഒന്നും വേറെ എക്സ്ട്രാ ഓർഡിനറി ഒന്നുമില്ല, നോർമൽ സോൾട്ട് ആൻഡ് പെപ്പർ. നമ്മുടെ നല്ലവണ്ണം ക്രഷ് ചെയ്ത ഗാർലിക് ഓലിവ് ഓയിലിലിട്ട് നേരത്തെ തന്നെ ഒരു അരമണിക്കൂറിന് മുമ്പേ തന്നെ വെച്ചിരിക്കുകയാണ്. ലിറ്റിൽ ലെമൺ ജ്യൂസ്, ഓക്കെ, സോൾട്ട് ആൻഡ് പെപ്പർ. ഇതൊരു ഹോംലി സലാഡ്, ലൈക്ക് ഹോംലി ഓസീസ് ഒക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. സോ നിങ്ങൾക്കിത് വീട്ടിൽ നല്ലവണ്ണം ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കളർഫുൾ സലാഡാണ്. ഇറ്റ്സ് ലുക്സ് നൈസ്. നമ്മുടെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് സാധാരണ ഇപ്പോൾ കുറച്ച് വലിയ ലീഫാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യണം, ചെറിയ ലീഫാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സോ ലിറ്റിൽ സെലറി ഇൻ ദിസ്. പിന്നെ ലീഫ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്ക് ഏതൊക്കെ ലീഫാണ് ഇഷ്ടമാണ് ആ ലീഫ് നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാം. ഇതിലൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇതിൽ വെജും നോൺ വെജും ഉണ്ടാക്കാം. നോൺ വെജിന് വേണ്ടിയാണ് എഗ് വൈറ്റ്, ഓക്കെ, ഞങ്ങളുടെ എഗ് വൈറ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വെജ് മാത്രമാണെങ്കിൽ ഞങ്ങളുടെ ഉള്ളി ലീഫ്, ഓക്കെ, വേണമെങ്കിൽ നോൺ വെജിന് ഇത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ടൊമാറ്റോസ് ആഡ് ചെയ്യാം, മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്യാം, ഓക്കെ, ആൻഡ് എഗ് വൈറ്റ്സ്. ഓക്കെ, എഗ് വൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷന് വേണ്ടി ഞങ്ങളുടെ എല്ലാം റെഡി ആയതിനു ശേഷം മുകളിലിടുന്നതാണ് കുറച്ചുകൂടെ ഇറ്റ്സ് ലുക്സ് നൈസ്. സോ നമ്മുടെ ഈ ഗാർലിക് ഓലിവ് ഓയിൽ, ഞങ്ങളുടെ നല്ല ഗാർലിക് ജസ്റ്റ് ഒന്ന് ക്രഞ്ച് ചെയ്തിട്ട് അതിനെ പിന്നെ ഓലിവ് ഓയിലിട്ട് കുറച്ച് നേരം വെച്ചിരുന്ന ഓലിവ് ഓയിൽ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുകയാണ്. ലിറ്റിൽ ലെമൺ ജ്യൂസ്, നോർമൽ ലെമൺ ജ്യൂസോ വിനീഗറോ അത് യുവർ വിഷ്, പക്ഷേ ലെമൺ ജ്യൂസ് ആകുമ്പോൾ ഇറ്റ്സ് ഹെൽത്തി ആൻഡ് ഗുഡ്. ഓക്കെ, ലിറ്റിൽ ലെമൺ ജ്യൂസ്, ലിറ്റിൽ സോൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ, ഇതിപ്പോൾ ഒരു നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര ലീഫ് വേണോ ആ ലീഫ് ഇതിൽ ഉപയോഗിച്ചോളാം. ക്യാബേജിൻ്റെ ലീഫ്, എല്ലാ ലീഫും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ ഗേൾസൊക്കെ തൈറോയിഡ് ഉള്ളതുകൊണ്ട് അവർ ക്യാബേജ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അവർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വിച്ച് വൺ ദി ലൈക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൽ എന്നാന്ന് പറഞ്ഞാൽ ഓൾ ലീഫ്. ഇതിൻ്റെ പേര് തന്നെ ഓസി ലീഫ് മിക്സ് എന്നാണ് ഈ സലാഡ് അറിയപ്പെടുന്നത്, ഓസി ലീഫ് മിക്സ്. ഇത് ഞങ്ങളുടെ ഗോവ ട്രീയുടെ വീക്കെൻഡ് സ്പെഷ്യലിലെ ഒരു മേജർ സലാഡാണ്. ഞങ്ങളുടെ ഫെസ്റ്റിവലിനും പിന്നെ ഒരു ഞങ്ങളുടെ ബാങ്ക്വറ്റ് ഹാളിലെ പാർട്ടിയിലും എല്ലാത്തിലും ഞങ്ങളുടെ യൂസ് ചെയ്യുന്ന, എല്ലാ പാർട്ടീസിനും ഞങ്ങളുടെ യൂസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഫുൾ ലീഫിയാണ്, അതാണ് ഇതിൻ്റെ ഒരു അത്ര ഹെൽത്തിയാണ്. അപ്പോൾ ലീഫിലുള്ള ഹെൽത്ത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാൻ പറ്റും. ഫുൾ ലീഫ്, ഓൾ ലീഫ്. അപ്പോൾ റെഡ് ക്യാബേജ്, ലെറ്റസ്, പാർസ്ലി, പിന്നെ ഇതിൽ ബേസിൽ ഉപയോഗിക്കുന്ന ഒരു ബേസിൽ ഉപയോഗിക്കാം. പിന്നെ പച്ച ലീഫ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ പിന്നെ നമ്മുടെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഗ് വൈറ്റ് മുകളിലിടുന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രസൻറ്റേഷൻ ലുക്സ് നൈസ്, വളരെ നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിൽ അവർ ഇത് എഗ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ യോഗ അതുകൊണ്ടാണ് മാറ്റുന്നത്, ഒരു ഹെൽത്ത് കോൺഷ്യസ് കൂടെയാണ്. ഇന്നത്തെ ഞങ്ങളുടെ സലാഡ് റെഡിയായി കഴിഞ്ഞ് ഓസി മിക്സ്, ഓസി ലീഫ് മിക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓസി ലീഫ് മിക്സ് ഇത് പിന്നെ പ്യൂർ വെജിറ്റേറിയനുമാണ്. നോൺ വെജിന് വേണ്ടി നിങ്ങൾക്ക് എഗ് ആഡ് ചെയ്യാം. പിന്നെ ഇതൊരു വീട്ടിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സലാഡാണ്. ഓൾ ലീവ്സ്, എത്രത്തോളം നമുക്ക് ലീഫ് കിട്ടുന്നു ആ ലീഫിനെ നല്ലവണ്ണം വാഷ് ചെയ്ത് നല്ല കോൾഡ് വാട്ടർ ഇട്ടതിന് ശേഷം കുറച്ച് യൂസ് ചെയ്ത് ഇതിനൊന്ന് സലാഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്യണം. ദെൻ യു വിൽ ഗെറ്റ് ദ ക്രഞ്ചി ടേസ്റ്റ് ആൻഡ് നല്ലവണ്ണം കഴിക്കാനും. ഞങ്ങളുടെ ഗോവ ട്രീയിലൊരു സ്പെഷ്യലാണ്, വൈറ്റ് ഹാമറിലെ ഒരു വെരി വെരി സ്പെഷ്യൽ ഡിഷാണത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രൈ ചെയ്യാം. നിങ്ങളുടെ വീട്ടിൽ വന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.